إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا بسم الله الرحمن الرحيم والذين آمنوا واتبعتهم ذريتهم بإيمان ألحقنا بهم ذريتهم وما ألتناهم من عملهم من شيء كل امرئ بما كسب رهين സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ സർവ്വലോകരക്ഷിതാവായ റഹ്മാനായ റബ്ബിന്റെ ആജ്ഞകളും നിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ മുഴുവൻ മേഖലകളിലും കഴിവിന്റെ പരമാവധി പഠിച്ചും പ്രാവർത്തികമാക്കിയും മുന്നോട്ടു പോകണമെന്ന് ആമുഖമായും ആത്മാർത്ഥമായും സൂചിപ്പിക്കുകയാണ്. റഹ്മാനായ റബ്ബ് അവന്റെ വിധിവിലക്കുകൾ മാനിച്ചുകൊണ്ട് ജീവിതം ക്രമപ്പെടുത്തി ഈമാൻ കിട്ടി മരിച്ച് സ്വർഗത്തിൽ ആദ്യാവസരത്തിൽ തന്നെ പ്രവേശനം ലഭിക്കപ്പെടുന്ന യഥാർത്ഥ ഭാഗ്യവാന്മാരിൽ ഭാഗ്യവതികളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, വിദ്യാലയങ്ങളെല്ലാം അടച്ച് വീണ്ടും ഒരു അവധിക്കാലത്തിലേക്ക് പ്രവേശിച്ച ഒരു സന്ദർഭത്തിലാണ് നമ്മളെല്ലാവരും ഉള്ളത്. അവധിക്കാലം എന്ന് കേൾക്കുമ്പോൾ പൊതുവെ രക്ഷിതാക്കൾക്ക് വലിയ ഒരു അസ്വസ്ഥത ഉണ്ടാക്കുന്ന കാലമായിക്കൊണ്ടാണ് നമ്മൾ കാണുന്നത്. ചില ആളുകളെങ്കിലും മനസ്സിന്റെ ഉള്ളിൽ ഇതൊന്ന് പെട്ടെന്ന് തീർന്നു കിട്ടിയാൽ മതിയായിരുന്നു എന്ന് ആഗ്രഹിക്കുക പോലും, അല്ലെങ്കിൽ അത് സ്വകാര്യ സംഭാഷണങ്ങളിൽ പരസ്പരം പറയുക പോലും ചെയ്യുന്നത് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. യഥാർത്ഥത്തിൽ ഒഴിവുകാലം, അവധിക്കാലം എന്നൊക്കെ പറയുന്നത് മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചത് അതൊരു അനുഗ്രഹമാണ് എന്നാണ്. പക്ഷെ പല ആളുകൾക്കും അതൊരു അനുഗ്രഹമാണ് എന്ന ബോധ്യമില്ലാത്തവരാണ്. അതുകൊണ്ട് തന്നെ ആ അനുഗ്രഹത്തിൽ അവർ വഞ്ചിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്നാണ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത്. എന്തുകൊണ്ടാണ് അവർ വഞ്ചിക്കപ്പെട്ടു എന്ന് പറയാനുള്ള കാരണം അവർക്കതെങ്ങനെയാണ് ഉപയോഗപ്പെടുത്തേണ്ടത് എന്ന കൃത്യമായ ധാരണയില്ലാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, അള്ളാഹു നമുക്ക് നൽകുന്ന ഈ ഒരു അവസരം, നമ്മുടെ മക്കൾ അതെത്ര ചെറിയവരാണെങ്കിലും വലിയവരാണെങ്കിലും ഒക്കെ
പൊതുവെ മക്കളെ നമ്മുടെ അരികിൽ കിട്ടുന്ന ഈ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് വിശ്വാസി വളരെ ഗൗരവത്തിൽ ചിന്തിക്കുകയും ചിലതെല്ലാം നടപ്പിൽ വരുത്തേണ്ടതും ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചില കാര്യമാണ്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് അടിസ്ഥാനപരമായി കൊണ്ട് പറയുന്ന ഒരു കാര്യമുണ്ട്, യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ വിശ്വാസികളെ, ഖൂ അൻഫുസകും വ അഹ്ലീകും നാറ, കൂട്ടരെ നിങ്ങൾ നിങ്ങളെ മാത്രമല്ല നരകത്തിന് കാക്കേണ്ടത്, നിങ്ങളുടെ കുടുംബത്തെയും അഥവാ ഭാര്യയെയും മക്കളെയും ഒക്കെ ആ കത്തിജ്വലിക്കുന്ന നരകത്തിൽ നിന്നും രക്ഷപ്പെടുത്തണമെന്ന് റഹ്മാനായ റബ്ബ് പറയുന്നുണ്ട്. ഈ ആയത്തിനെ വിശദീകരിക്കുന്നിടത്ത് മഹാരഥന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്ന ചില വാചകങ്ങളുണ്ട്. മഹാനായ അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഐ അല്ലിബൂഹും വഅദ്ദിബൂഹും, നിങ്ങൾക്ക് അവർക്ക് ഇൽമു കൊടുക്കാൻ കഴിയണം, അവരെ സംസ്കാരമുള്ളവരാക്കി വളർത്താൻ നിങ്ങൾക്ക് കഴിയണം. മഹാനായ ഹസനുൽ ബസ്രി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, മുറൂഹും ബിത്വാഅത്തില്ലാഹ് വഅല്ലിമൂഹുൽ ഖൈറ, നിങ്ങൾ നിങ്ങളുടെ മക്കളെ അള്ളാഹുവിനെ അനുസരിച്ചുകൊണ്ട് ജീവിക്കുവാൻ അവരെ കൽപ്പിക്കണം. അവരുടെ പ്രായം മനസ്സിലാക്കി, അവരുടെ അവസ്ഥകൾ മനസ്സിലാക്കി, രക്ഷിതാക്കളെ നിങ്ങൾ നിങ്ങളുടെ മക്കളോട് പറഞ്ഞുകൊണ്ടേയിരിക്കണം. അവരെ നിങ്ങൾ ഖൈറിനെ പഠിപ്പിച്ചു കൊടുക്കണം. അല്ലിമൂഹുൽ ഖൈറ, നന്മകൾ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ കഴിയണമെന്നാണ്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിൽ നമ്മളോട് കൽപ്പിച്ച കൽപ്പനയെ ഏറ്റവും നന്നായി നമുക്ക് പ്രവർത്തന തലത്തിൽ കൊണ്ടുവരാൻ കഴിയുന്ന ഒരു കാലമാണ് അവധിക്കാലം എന്ന് പറയുന്നത്. പലപ്പോഴും നമ്മുടെ സ്കൂളൊക്കെ ഉള്ള ഒരു സമയം എന്ന് പറയുന്നത് പലപ്പോഴും തിരക്കുള്ള സമയമാണ്. നമ്മളുമാകട്ടെ മക്കളൊക്കെ ആകട്ടെ പലപ്പോഴും തിരക്കുള്ള സമയമാണ്. അതുകൊണ്ട് തന്നെ പലപ്പോഴും പലതും നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അന്ന് നഷ്ടപ്പെട്ടതെല്ലാം, ഒരു വർഷത്തെ നഷ്ടങ്ങളെല്ലാം നമുക്ക് തിരിച്ചെടുക്കാനും വിടവുകൾ നികത്താനുമുള്ള ഒരു അവസരമായി കൊണ്ട് ഒരു വിശ്വാസിക്ക് ഈ സമയങ്ങളെ കാണാൻ കഴിയണമെന്ന്. അതുകൊണ്ട് സഹോദരങ്ങളെ, നല്ലൊരു പ്ലാനിങ്ങോടുകൂടെ ഈ അവധികാലത്തെ നോക്കിക്കാണാൻ നമുക്ക് കഴിയണം. പല ആളുകളും പ്ലാൻ ചെയ്യും. എന്താ പ്ലാന്? അവധികാലം എന്ന് പറയുമ്പോൾ പലപ്പോഴും ആളുകളുടെ മനസ്സിൽ അടിച്ചുപൊളിയുടെ കാലമാണ്. കേവലം ടൂറുകൾക്കും കറങ്ങലുകൾക്കും വേണ്ടി മാത്രം പ്ലാൻ നടത്തുന്ന ആളുകൾ നമുക്ക് കാണാൻ പറ്റും. നമുക്ക് അതും വേണം, അതിനപ്പുറത്തേക്കും വേണമെന്നാണ്. അതുകൊണ്ട് എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ഈ ഒരു സമയത്ത് ചെയ്യണമെന്ന് ഒരു 4-5 കാര്യങ്ങൾ പെട്ടെന്ന് പറഞ്ഞു പോകാനാണ് ആഗ്രഹിക്കും. ഒന്നെന്താണെന്നറിയ സുഹൃത്തുക്കളെ, ഒന്നാമത്തെ കാര്യം, മക്കളുമായി നല്ലൊരു ബന്ധം ഊട്ടിയുറപ്പിക്കാൻ നമുക്ക് കഴിയണം. സ്കൂളിലെ സമയത്ത് നമ്മൾ പലപ്പോഴും, പ്രത്യേകിച്ച് ഉപ്പമാരൊന്നും മക്കളെ ചിലപ്പോൾ കാണുക പോലും ഉണ്ടാവില്ല. കാരണം അതിരാവിലെ പിന്നെ വീട് വിട്ടിറങ്ങുമ്പോൾ മക്കൾ ഒരു പക്ഷെ ഉറങ്ങിയിരിക്കും. ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തുമ്പോൾ അവരുടെ എല്ലാ തിരക്കും കഴിഞ്ഞ് അവർ ഉറങ്ങിയിട്ടുണ്ടാവും. അതായിരിക്കും പല രക്ഷിതാക്കളുടെയും ഒരു ബന്ധം എന്ന് പറയുന്നത്. ഇത് മാറണം. അതിൽ നിന്നും മാറാൻ നമുക്ക് കിട്ടുന്ന വലിയൊരു സമയമാണ്. കുട്ടികളുമായി കൊണ്ട് നല്ലൊരു ബന്ധം ഊട്ടിയുറപ്പിക്കാൻ എന്തൊക്കെ കഴിയുമോ അതിന് നമ്മൾ സമയം കൊടുക്കേണ്ടി വരും. സമയം കൊടുക്കണമെന്നാണ്. നമ്മുടെ വലിയ തിരക്കെന്ന് പറഞ്ഞൊന്നും കാര്യമില്ല. മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമക്കുള്ള തിരക്കും നമുക്കാർക്കും ഇല്ല. മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ ഭാര്യമാർക്ക് സമയം കൊടുത്തു, മക്കൾക്ക് സമയം കൊടുത്തു, പേരമക്കൾക്ക് സമയം കൊടുത്തു. അല്ലേ? വന്ന് ഒട്ടകം കളിക്കുന്ന നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമുക്ക് കാണാൻ കഴിയും. സ്വഹാബാക്കൾ ഫത്വ ചോദിക്കാൻ വേണ്ടി വന്നപ്പോ നബി ഭയങ്കര തിരക്കാ. എന്താ തിരക്ക്? പേരക്കുട്ടികളുടെ കൂടെ ഒട്ടകം കളിക്കുകയാണ്. അതാണ് ആ സമയത്തെ പ്രവാചകന്റെ അജണ്ട. അത് മനസ്സിലെ കുടുംബം എന്ന ഒരു വികാരം കയറുമ്പോൾ ആ സുഹൃത്തുക്കൾ അതിന് സമയം ഉണ്ടാകുള്ളൂ. അങ്ങനെ സമയം കൊടുക്കാൻ നമുക്ക് കഴിയണം. പുറത്തു കൊണ്ടുപോകാൻ നമുക്ക് കഴിയണം. അവരുടെ ആഗ്രഹങ്ങൾ കഴിവിന്റെ പരമാവധി സാധിച്ചു കൊടുക്കാൻ നമുക്ക് കഴിയണം. എന്ത് പറയുമ്പോഴും നോ 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 എന്നല്ല, ചിലതൊക്കെ അവർക്ക് മേടിച്ചു കൊടുക്കാൻ നമുക്ക് കഴിയണം. അവരുടെ ഇഷ്ടങ്ങൾ കണ്ടറിയാൻ നമുക്ക് സമയം കാണണം. അതോടൊപ്പം തന്നെ സുഹൃത്തുക്കളെ, വിമർശനമല്ല വേണ്ടത്, ബോധ്യപ്പെടുത്തി കൊടുക്കാൻ കഴിയണം. പല രക്ഷിതാക്കളും തോറ്റുപോകുന്ന ഒരു മോശമായൊരു ശൈലി എന്താ അറിയോ? അത് ചെയ്യരുത്, എന്താ ഇങ്ങനെ ചെയ്ത്, എന്തുകൊണ്ട് ഇങ്ങനെ ആക്കിയില്ല എന്നൊരു കുറ്റപ്പെടുത്തലിന്റെ സ്വരമാണ് പലപ്പോഴും വീടകങ്ങളിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ കുട്ടി പിന്നെ ഭക്ഷണം കഴിക്കാനിരിക്കുന്ന സമയത്ത് അവിടുന്ന് ഇവിടുന്നൊക്കെ വാങ്ങുമ്പോൾ എന്താ ഇങ്ങനെ ചെയ്യണമെന്നല്ല ചോദിച്ചത്, ഈ എന്താണ് അങ്ങനെ ചെയ്യണമെന്നല്ല ചോദിച്ചത്. മറിച്ച് എന്താ പറഞ്ഞേ? മോനെ കുൽ സമ്മില്ല വകുൽ ബിയബീനിക് വകുൽ ബിമാ യലിക്, മോനെ ബിസ്മി ചൊല്ലിയിട്ടോ ഭക്ഷണം കഴിക്കേണ്ടത്, നിന്റെ അരികുന്നാട്ടോ ഭക്ഷണം കഴിക്കേണ്ടത്. എന്തിനാ ഇങ്ങനെ ചെയ്തു എന്നല്ല, നിന്റെ അരികുന്നാട്ടോ നീ ഭക്ഷണം കഴിക്കേണ്ടത്, വലത് കൈ കൊണ്ടായിരിക്കണം കേട്ടോ ഭക്ഷണം കഴിക്കേണ്ടത്. അതെന്താ സുഹൃത്തുക്കളെ, എല്ലാവർക്കും അതുകൊണ്ട് പിന്നെ ഉൾക്കൊള്ളാൻ കഴിയുന്ന വല്ലാത്തൊരു ശൈലിയാണ്.
കുറ്റപ്പെടുത്തലോ വിമർശിക്കലോ കൊണ്ടൊന്നും ഒന്നും നടക്കൂല. അത് നമുക്ക് നല്ലോണം ബോധ്യം ഉണ്ടാകണം. മഹാനായ ലുക്മാൻ നബി അലൈഹിസ്സലാം എന്ന പിതാവിനെ കുറിച്ച് വിശുദ്ധ ഖുർആൻ സംസാരിച്ചത് സുഹൃത്തുക്കളെ, റഹ്മാനായ റബ്ബ് 114 അധ്യായത്തിൽ ഒരു അധ്യായം തന്നെ അദ്ദേഹത്തിന്റെ പേരിട്ടങ്ങോട്ട് മാറ്റിവെച്ചു. എന്തിനാ അത്? അതേ ആയത്തുകൾ നമ്മൾ എത്ര തവണ ഓതിയതാ? അതിൽ എന്താണ് യാ ബുനയ്യ? എത്രടത്ത് നമ്മൾ കണ്ടു യാ ബുനയ്യ? എന്താ സഹോദരൻ? പൊന്നുമോനെ എന്നാണ്. അഭിസംബോധന പോലും നല്ലൊരു പേരോടുകൂടെ വിളിക്കാൻ നമുക്ക് കഴിയണമെന്നാണ്. അങ്ങനെ നല്ലൊരു ശൈലിയിലോടുകൂടെ അവനിലേക്ക് പരമാവധി ആ കുഞ്ഞിലേക്ക് ഇറങ്ങി ചെല്ലാനുള്ള ഒരു സാഹചര്യമായിക്കൊണ്ടും ഇതിനെ നോക്കിക്കാണാൻ കഴിയണമെന്നാണ് ഒന്നാമതായി കൊണ്ട് പറയുന്നത്. ബന്ധം ഊട്ടിയുറപ്പിക്കാൻ നമുക്ക് കഴിയണം. രണ്ടാമത്തെ കാര്യം എന്താണെന്നറിയോ സുഹൃത്തുക്കളെ? നാം മാതൃകയാക്കി കാണിച്ചു കൊടുക്കണമെന്നാണ്. നമ്മുടെ മക്കളുടെ ഏറ്റവും വലിയ ഹീറോ ആരാ? അവന്റെ വാപ്പിമ്മയാണ്. നമ്മളാണ് മാതൃക. സ്കൂളിലേക്ക് വിടുമ്പോൾ മര്യാദകൾ അവിടെ നിന്ന് ടീച്ചർ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും. മദ്രസയിലേക്ക് വരുമ്പോൾ മര്യാദകൾ, തിയറികൾ ഉസ്താദ് പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും. പക്ഷെ ആ കുട്ടി അതൊക്കെ നോക്കിക്കാണുന്നത് വീട്ടിലേക്ക് വരുമ്പോഴാണ്. ബിസ്മി ചൊല്ലണം മോനേന്ന് ഉസ്താദ് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടാവും. വാപ്പ അത് ചെല്ലുന്നില്ലെങ്കിലോ? അല്ലേ? നിസ്കരിക്കണമെന്ന് തിയറി പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടാവും. വാപ്പാനെ നിസ്കരിക്കുന്നിടത്ത് കാണുന്നില്ലെങ്കിലോ? ആ ഒരു വിരോധാഭാസം ഉണ്ടാകരുത്. നമ്മൾ എല്ലാത്തിന്റെയും മുൻപിൽ നിൽക്കുന്ന ആളുകളാണ്. കുട്ടികൾ പഠിച്ച മുഴുവൻ തിയറികളുടെയും പ്രാക്ടിക്കൽ വശം നമ്മളിലൂടെ മക്കൾ കാണണമെന്നാണ് പറയുവാനുള്ളത്. ഭക്ഷണ മര്യാദകൾ നമ്മളിൽ നിന്ന് കുട്ടികൾ പഠിക്കണം. ആളുകളോടുള്ള പെരുമാറ്റ രീതികൾ നമ്മളിൽ നിന്ന് നമ്മുടെ മക്കൾ പഠിക്കണം. ആരാധനകളിലെ കണിശത നമ്മിൽ നിന്നും കുട്ടികൾ കാണണം. സുന്നത്ത് നിസ്കാരത്തിലുള്ള ഉപ്പാന്റെ കണിശത, ഉമ്മ ഖുർആൻ ഓതുന്ന ഓത്ത്, അതെല്ലാം കുട്ടികൾ നമ്മിൽ നിന്ന് കാണണം. കുടുംബ ബന്ധത്തിന്റെ പൂർത്തീകരണം നമ്മളിലൂടെ കുട്ടികൾ പഠിക്കണം. അല്ലേ? നമ്മൾ തന്നെ ആർക്കും വിളിക്കൂല, നമ്മൾ വിളിച്ചോടത്തേക്ക് ചെല്ലൂല്ല. എന്തെങ്കിലും കല്യാണം മറ്റു വിളിച്ചു കഴിഞ്ഞാൽ ഞൊണ്ടിനായങ്ങൾ പറഞ്ഞ് ഒഴിവാകുന്ന ഒരു സാഹചര്യമാണെന്നുണ്ടെങ്കിൽ അത് അത്രേ ഉണ്ടാവുള്ളൂ. മറിച്ച് കുടുംബ സന്ദർശനം നടത്തുമ്പോൾ നമ്മളെ കുട്ടികളൊപ്പം കൊണ്ടുപോകണം. എന്നിട്ട് ഇതാരാണ് പേരൊക്കെ പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കണം. കാരണം നമ്മൾ മരിച്ചാൽ നമ്മളോടുള്ള കടമ ബാക്കി നിൽക്കുന്ന സംഗതിയാണ് നമ്മളുമായിട്ടുള്ള ബന്ധം ഊട്ടിയുറപ്പിക്കുക എന്നുള്ളത്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നമ്മൾ എല്ലാവിധ നന്മയുടെയും മുൻപിൽ നിൽക്കുന്ന ആളായിക്കൊണ്ടൊരു തിരിച്ചറിവ് നമ്മുടെ കുട്ടികൾക്ക് ഉണ്ടാകണമെന്നാണ് സൂചിപ്പിക്കാനുള്ളത്. മൂന്നാമത്തെ ഒരു കാര്യം എന്താണെന്നറിയോ? നമ്മുടെ മക്കൾക്ക് നല്ല തിരിച്ചറിവുകൾ കൊടുക്കാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സമയമാണത് ഒഴിവ് സമയം എന്നുള്ളത്. കുട്ടികൾ പലതും വാശി പിടിക്കും. നമ്മളത് ഓൺ ദ സ്പോട്ട് ചെയ്തു കൊടുക്കും. വാശി പിടിക്കുന്നു, ചെയ്തു കൊടുക്കുന്നു. അതല്ല നമ്മുടെ രീതി. ചിലതൊക്കെ പിടിച്ചു വെക്കാൻ കഴിയണം. കഴിവുണ്ടെങ്കിലും ചിലത് നമ്മൾ വാങ്ങിക്കൊടുക്കരുത്. ചിലതൊക്കെ നമ്മള് ഭക്ഷണം ഇങ്ങനെ അമിതവേ നടത്തുമ്പോ ചിലപ്പോൾ ഭക്ഷണം കിട്ടാത്ത കുട്ടികളുടെ പ്രയാസങ്ങൾ ഒരു വീഡിയോ കാണിച്ചു കൊടുക്കേണ്ടി വരും. പിച്ചന്റെ കുട്ടി ഒന്ന് കണ്ടോക്കാം അല്ലെ? ഗസയിലെ പാവപ്പെട്ട കുട്ടികൾ ഒരിറ്റു വെള്ളത്തിന് വേണ്ടി, ഒരു കഷ്ണം റൊട്ടിക്ക് വേണ്ടി ക്യൂ നിൽക്കുന്ന, കണ്ണീരൊഴുക്കി ക്യൂ നിൽക്കുന്ന വീഡിയോകൾ ഇങ്ങനെ കാണിച്ചു കൊടുക്കണം. എന്റെ കുട്ടി കണ്ടോത്? കണ്ടോ? അവർക്കൊന്നും ഉപ്പല്ലാഞ്ഞിട്ടാണ്, ഉമ്മല്ലാഞ്ഞിട്ടാണ്, കണ്ടില്ലേ അവസ്ഥ എന്ന് പറയുമ്പോൾ കിട്ടുന്ന ഒരു സംഗതി ഉണ്ടല്ലോ സുഹൃത്തുക്കളെ, അതൊരു ബോധ്യപ്പെടുത്തലാണ്. ഒരുപാട് തവണ നമ്മൾ വാ തോരാതെ സംസാരിക്കുന്നതിനേക്കാൾ എഫക്റ്റീവ് ആയിരിക്കും ആ ഒരു സംഗതി. കഷ്ടപ്പെട്ടിരിക്കുന്ന രോഗികളെ സന്ദർശിക്കാൻ നമുക്ക് കഴിയണം. സന്ദർശിക്കുന്ന മക്കളെയും കൂടെ കൂട്ടാൻ നമുക്ക് കഴിയണം. ഇടക്കൊന്ന് ഹോസ്പിറ്റലിലേക്ക് ഒന്ന് പോകാൻ കഴിയണം. അവരുടെ ദാരുണമായ അവസ്ഥകൾ പറഞ്ഞു കൊടുക്കാൻ കഴിയണം. എന്റെ കുട്ടിക്ക് കണ്ടോത് അല്ലേ? എവിടെയും ഏതെല്ലാം ഒരു അവസ്ഥയിൽ റഹ്മാനായ റബ്ബിനെ നമുക്ക് പരിചയപ്പെടുത്തി കൊടുക്കാൻ പറ്റുമോ അത് കൊടുക്കാൻ നമുക്ക് കഴിയണമെന്നാണ്. അത് കൊടുക്കാൻ നമുക്ക് നമ്മൾ ടൂറ് പോകുകയാണെന്ന് കുട്ടികളെയും ഒരു ടൂറ് പോകുകയാണ്, അവിടെ ചില ഉഷാറായ കാഴ്ചകൾ കാണുമ്പോൾ അതിങ്ങനെ പറഞ്ഞ് റബ്ബിലേക്ക് എത്തിക്കാൻ നമുക്ക് കഴിയും അല്ലെ? അവിടങ്ങളിലെല്ലാം ബോധ്യപ്പെടുത്തുക എന്നൊരു പോയിന്റ് എന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ നമ്മുടെ മനസ്സിൽ ഉണ്ടാകണമെന്നാണ് സൂചിപ്പിക്കുവാനുള്ളത്. അപ്പോൾ വാശി കുറയും, അവരുടെ അനുഗ്രഹങ്ങൾ അവർക്ക് ബോധ്യപ്പെടും. ഉള്ള സൗകര്യത്തിന്റെ മതിപ്പറിയാത്ത അവസ്ഥയാണ് നമ്മുടെ കുട്ടിന്റെ പ്രശ്നമെങ്കിൽ അതില്ലാത്ത കൂരയിൽ കടന്നുറങ്ങുന്ന ഒരു ആളുകളെ കാണിച്ചു കൊടുക്കണം. റോഡരികിലൂടെ കടക്കുന്ന ആളുകളെ കാണിച്ചു കൊടുക്കണം. അവനക്ക് റബ്ബ് കൊടുത്ത നിയമത്തിനെ ബോധ്യപ്പെടുത്തി കൊടുക്കണം. പിന്നെ നമുക്ക് വല്ലാതെ സംസാരിക്കേണ്ടി വരൂല. അതിനൊക്കെയുള്ള വലിയ ഒരു അവസരമായി കൊണ്ട് ഇത് കാണാൻ കഴിയണമെന്നാണ്. നാലാമത്തെ കാര്യം എന്താണെന്ന് സുഹൃത്തുക്കളെ, അള്ളാഹുവിന്റെ ദീന് നുകരാനുള്ള അവസരം ബോധപൂർവം ഇട്ടുകൊടുക്കണമെന്നാണ്. പൊതുവെ സ്ഥിരമായി നടക്കുന്ന ഒരുപാട് സംരംഭങ്ങളുണ്ട്. നമ്മുടെ ഖുത്ബകളാകട്ടെ, ഖുർആൻ പഠന ക്ലാസ്സുകളാകട്ടെ, വിജ്ഞാന വേദികളാകട്ടെ, നമ്മൾ മാത്രം ഇറങ്ങിപ്പോകല്ല, നമ്മുടെ മക്കൾ നമ്മുടെ കൂടെ ഉണ്ടാകണം. സംഘടിപ്പിക്കാൻ പറ്റുമോ? ആ നിലക്കന്നെ കൊണ്ടുനടക്കാൻ പറ്റുമോ? അവിടെ നമ്മുടെ മക്കളുണ്ടെന്ന് ഉറപ്പുവരുത്തും. വെക്കേഷനിലാകുമ്പോൾ നമ്മുടെ മക്കൾക്ക് പ്രത്യേകം അള്ളാഹുവിനെ പരിചയപ്പെടുത്തി കൊടുക്കുന്ന ക്യാമ്പുകൾ നമുക്ക് കാണാൻ കഴിയും.
സ്റ്റുഡൻസിന്റെ വിസ്ഡം സ്റ്റുഡൻസിന്റെ കീഴിൽ നടക്കുന്ന ഒരുപാട് പ്രവർത്തനങ്ങൾ അല്ലെ, ജാലകം പോലെ, ബ്ലിസ് പോലെ, അതേപോലെ ഒരുപാട് വ്യത്യസ്തങ്ങളായ ക്യാമ്പുകളൊക്കെ നടക്കാനുണ്ട്. അവിടേക്ക് നമ്മുടെ കുട്ടികൾ എത്തണം. വെക്കേഷൻ ക്ലാസ്സുകൾ, സുഹൃത്തുക്കളെ, ഒരു 3 ദിവസത്തെ ക്യാമ്പ് ഉണ്ട്, അവരുടെ എത്തണം. അതിൽ 1000 രൂപ ആണെങ്കിൽ അത് എങ്ങനെ സംഘടിപ്പിച്ചു കൊടുക്കണം അല്ലെ? ആ രംഗത്തൊക്കെ സുഹൃത്തുക്കളെ നമ്മളൊക്കെ കൊടുക്കുന്ന ക്യാഷ് ഉണ്ടല്ലോ, അത് എവിടെ പോകില്ല, വലിയ ഇൻവെസ്റ്റ്മെന്റ് ആണെന്ന ബോധം നമുക്കുണ്ടാകണമെന്നാണ് പറയാനുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ മക്കൾ, സുഹൃത്തുക്കളെ, 2-3 മക്കൾ നമുക്കുണ്ട്, അല്ലെങ്കിൽ റഹ്മാനായ റബ്ബ് നമുക്ക് മക്കൾ നൽകിയിട്ടുണ്ടെങ്കിൽ ഒരാളെയെങ്കിലും ഒരു മതപണ്ഡിതനാക്കാനുള്ള ഒരു നിയ്യത്ത് നമുക്ക് ഉണ്ടാകണം. അത് മകനാകട്ടെ മകളാകട്ടെ, മതത്തെ അവഗാഹത്തിൽ പഠിച്ച ഒരാൾ എനിക്കുണ്ടാകണമെന്ന് ഇരിക്കുന്ന ഓരോ രക്ഷിതാക്കളും ശ്രദ്ധിക്കണം. എന്താ മെച്ചം? അതിന്റെ മെച്ചം നമ്മൾ ഖബറിലേക്ക് ഇറക്കി വെക്കുമ്പോഴാണ് കിട്ടുക. എത്രയെത്ര അനാഥരായ മയ്യത്തുകളുണ്ടെന്നറിയോ പള്ളിക്കാട്ടുകളിൽ? ഒരു സമയത്ത് പോലും ആ മയ്യത്തിനെ കുറിച്ച്, ഒരു ഉമ്മയാണാ കിടക്കണ, ഉപ്പയാണാ കിടക്കണ, അവരെ കുറിച്ച് ഒരു നിമിഷം പോലും ചിന്തിക്കാത്ത എത്രയെത്ര ആളുകളുണ്ട്. അവർ ഓട്ടം ഒടുക്കനും മക്കൾക്ക് വേണ്ടിയായിരുന്നു, തിരിഞ്ഞു നോക്കുന്നില്ല. ഒരു തവണ പോലും ഒരു പ്രാർത്ഥന കിട്ടാത്ത ഹതഭാഗ്യവാന്മാർ നമ്മുടെ മഹല്ലുകളിൽ ഉണ്ടാകാം സഹോദര. അതിലൊരു അംഗമായി കൊണ്ട് പോയി കടക്കാനാണോ നമ്മുടെയും തീരുമാനം? അതുണ്ടാകാൻ പാടില്ല. നമ്മളെ ഇറക്കി വെക്കുമ്പോൾ നമുക്ക് കിട്ടുമെന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചു. വലദുൻ സാലിഹുൻ യദ്ഉ ലഹു. അത് വെറുതെ ഉണ്ടാവില്ല. കുറച്ച് റിസ്ക് എടുക്കേണ്ടി വരും. സാമ്പത്തികമായി കുറച്ച് പ്രയാസം ഉണ്ടാവും, വിട്ടു നിൽക്കുന്ന നമ്മുടെ മനസ്സിനൊരു പ്രയാസം ഉണ്ടാവും. അവരെ കൂടെ കൊണ്ടുവരാൻ, പിന്നെ എവിടെയാണ് പഠിക്കുന്നത് അവിടെ പോയി കൊണ്ടുവരാൻ ഒരല്പം ചെലവുണ്ടാകും. അതൊക്കെ നമ്മൾ സഹിക്കണം. നമ്മുടെ ഖബറിന് വേണ്ടി സഹിക്കാൻ നമുക്ക് കഴിയണം അല്ലേ? അത്തരം സ്ഥാപനങ്ങളുടെ രജിസ്ട്രേഷൻ നടക്കുന്ന സമയത്താണ് നമ്മളുള്ളത്. നമ്മുടെ മാതൃസ്ഥാപനമായ ജാമിഅൽ ഹിന്ദ് അൽ ഇസ്ലാമിയ എന്ന മഹത്തായ സ്ഥാപനത്തിലേക്ക് നമ്മുടെ ആൺകുട്ടികളെ ചേർക്കേണ്ട സമയമാണ്. പെൺകുട്ടികൾക്കുള്ള സൗകര്യമുണ്ട്. ഹിഫ്ള് പഠിക്കാൻ 5ഉം 6ലേക്കും പാസ്സായ കുട്ടികൾക്കുള്ള അവസരങ്ങളുണ്ട്. അവരൊക്കെ അവിടെ എത്തിക്കാൻ നമുക്ക് കഴിയണം. അവര് പഠിക്കട്ടെ, വിശാലമായി കൊണ്ട് പഠിക്കട്ടെ. സുഹൃത്തുക്കളെ, അള്ളാഹുവിന്റെ ദീന് പഠിക്കാൻ വേണ്ടി ആത്മാർത്ഥമായി കൊണ്ട് മാറ്റിവെച്ച ഒരാൾക്കും ഖേദിക്കേണ്ടി വന്നിട്ടില്ല. അവരുടെ ഒരു ഓഹരിയും പടച്ചറബ് കുറച്ചിട്ടില്ല. ദുനിയാവിൽ റിസ്കിന്റെ വിഭവവും അവർക്ക് റബ്ബ് തിരിച്ചു കൊടുക്കാതിരുന്നിട്ടില്ല. ഇന്ന് ആളുകൾ കേവലം ഭൗതിക കോഴ്സുകൾക്ക് പിന്നാലെ മാത്രമാണ്. 4 ആളെ കിട്ടി റബ്ബ്, നല്ല ചൊണക്കുട്ടികളായ ആളെ കൊടുത്തു. ഈ മാതാവിന്റെയും പിതാവിന്റെയും തീരുമാനം ഒരുത്തനെ ഇന്നവനാക്കണം, ഒരുത്തനെ ഇന്നവനാക്കണം. ഓക്കെ, അതൊക്കെ വേണം, വേണ്ട എന്നല്ല, മറിച്ച് ഏതെങ്കിലും ഒരുത്തനെയോ അല്ലെങ്കിൽ ഈ ആയവനക്കെങ്കിലും മതപരമായ മൂല്യങ്ങൾ കൊടുക്കുന്ന ഒരവസ്ഥ നമുക്ക് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് ആത്മാർത്ഥമായി കൊണ്ട് സുഹൃത്തുക്കൾ നമ്മൾ ആലോചിക്കണം. മഹാരഥന്മാരെ പണ്ഡിതന്മാര് പറയാണ്, ഇബ്നു ജൗസി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, കാന സലഫു ഇദാ നശഅ ലി അഹദിഹിം വലദുൻ, അവർക്കൊക്കെ ഒരു കുട്ടി ഉണ്ടായി കഴിഞ്ഞാൽ അവർ പറയും, ശഗ്ഗിലൂഹു ബിഹിഫ്ളിൽ ഖുർആൻ വസിമാഇൽ ഹദീസ്. ആ മക്കളെ വിശുദ്ധ ഖുർആൻ ഹൃദ്യസ്ഥമാക്കുന്നിടത്തും പ്രവാചകന്റെ ഹദീസുകൾ കേൾക്കുന്നതിലും അവരെ നിങ്ങൾ വ്യാപൃതരാക്കുവിൻ. കാരണം ഫയസ്ബുതുൽ ഈമാനു ഫീ ഖൽബിഹി, അവന്റെ ഹൃദയത്തിൽ റഹ്മാനായ റബ്ബിനെ കുറിച്ചുള്ള ബോധവും ഈമാനും ദൃഢപ്പെടണമെങ്കിൽ വിശുദ്ധ ഖുർആനിന്റെ ബോധം ഇവിടെ ഉണ്ടാകണം. പ്രവാചകന്റെ ഹദീസുകൾ നമ്മുടെ മക്കളുടെ മനസ്സുകളിൽ നട്ടു പിടിപ്പിക്കാൻ സഹോദര നമുക്ക് കഴിയണമെന്നാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ആ നിലക്കൊക്കെ നമ്മൾ ആലോചിക്കേണ്ട കാര്യം, എല്ലാം കൊടുത്തു മക്കൾക്ക്, എല്ലാം വാരി വെതറി കൊടുത്തു. നമ്മൾ എന്താ പറയാ, എനിക്ക് ഭയങ്കര സ്നേഹമാണ് എന്നാണ്. ആ സ്നേഹത്തിന് ബൗണ്ടറി ഉണ്ട് സുഹൃത്തുക്കളെ, ദുനിയാവിന് ബൗണ്ടറി ഉണ്ട്. പക്ഷെ പരലോകത്ത് കൊതിച്ചുകൊണ്ട് നമ്മൾ നടത്തുന്ന സ്നേഹപ്രകടനത്തിന് ബൗണ്ടറി ഇല്ല. അത് മുഴുവൻ തിരിച്ചു കിട്ടാനുള്ളതാണ്. അതുകൊണ്ട് ആ ഒരു നിലക്ക് നമ്മൾ നമ്മുടെ മക്കളുടെ വിഷയത്തിൽ അവർക്ക് എത്ര കൊണ്ട് ദീന് കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്ന ഒരു ചിന്ത നമുക്ക് ഉണ്ടാകണം. നിസ്കരിച്ചോ എന്ന് ചോദിക്കുവോ പടച്ചറബ് നമ്മളോട്? എന്താ നമ്മൾ മറുപടി? ആണെന്നാണ്. നോമ്പ് നോറ്റെന്ന് ചോദിക്കുക റബ്ബ് നമ്മളോട്? ആണെന്നാണ് നമ്മുടെ മറുപടി. അതേപോലെ തന്നെ ചോദ്യമാണ് സുഹൃത്തെ, നിനക്ക് ഞാൻ തന്ന മകൻക്ക് മകൾക്ക് നീ എന്നെ കുറിച്ച് പഠിപ്പിച്ചു കൊടുത്തോ എന്നെങ്ങാനും നാളെ പരലോകത്ത് ചോദിച്ചാൽ തൃപ്തികരമായൊരു മറുപടി പറയാൻ കഴിയോ? തൃപ്തികരമായൊരു മറുപടി പറയാൻ കഴിയോ? എല്ലാം നീ ചെയ്തു കൊടുത്തു, എന്നെ കുറിച്ച് പഠിപ്പിച്ചു കൊടുത്തൂല അല്ലെ? പാരാവാരം പോയി കിടക്കേണ്ട പരലോകത്തെ കുറിച്ചുള്ള ബോധം കൊടുക്കാൻ നിനക്ക് കഴിഞ്ഞില്ല അല്ലേ? സഹോദരങ്ങളെ, നാളെ പരലോകത്തെത്തുമ്പോൾ ചില മാതാപിതാക്കൾ അത്ഭുതം കൂറുകയാണ്. സ്വർഗത്തിലെ പദവികൾ കണ്ട് അത്ഭുതപ്പെടുകയാണ്.
അവര് ചോദിക്കാണ്, പടച്ചോനെ ഇതൊക്കെ കിട്ടാൻ മാത്രം ഞാനൊന്നും ചെയ്തിട്ടില്ലല്ലോ എന്ന് ചോദിക്കുമ്പോഴേ റഹ്മാനായ റബ്ബിന്റെ മറുപടിയാണത്ര, നിനക്ക് ഈ പദവികളൊക്കെ കിട്ടിയത് നിന്റെ മക്കളെ കൊണ്ടാണ്. ഏതാ മകൻ, ഏതാ മകൾ, ഏതാ മകൻ, ഏതാ മകൾ? അള്ളാഹുവിനെ കുറിച്ചുള്ള ബോധ്യമുള്ള മക്കളാണ്. അങ്ങനത്തെ മക്കളെ ഉണ്ടാക്കിയെടുക്കാൻ സുഹൃത്തുക്കൾ നമുക്ക് കഴിയണം. അഞ്ചാമത്തെ കാര്യം എന്താണെന്നറിയോ? ഹറാമുകളെ ബോധ്യപ്പെടുത്തി കൊടുക്കാൻ നമുക്ക് കഴിയണം. മക്കൾക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയും, മോനെ നീ ജീവിക്കുന്ന സാഹചര്യം ചുറ്റുപാട് ലഹരിയുണ്ട്, മോളെ നീ ഒന്ന് ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ലൈംഗികപരമായി ചൂഷണം ചെയ്യപ്പെടും നീ, അല്ലെ? പറഞ്ഞു ബോധ്യപ്പെടുത്തി കൊടുക്കാൻ കഴിയണം. അന്യ ആണും അന്യ പെണ്ണും തമ്മിലുള്ള ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യാൻ ഒരു ഉമ്മാന്റെ വാക്കിൽ നിന്നും ഒരു മകള് കേൾക്കണം, ഉപ്പാന്റെ വാക്കിൽ നിന്നും ഒരു മകൾക്ക് കേൾക്കാൻ കഴിയണം. ചീത്ത കൂട്ടുകെട്ടിനെ കുറിച്ച് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ ഒരു ഉമ്മാക്കും വാപ്പാക്കും കഴിയണം. ചില ആളുകൾക്കെങ്കിലും ഒരു ധാരണയുമില്ല സുഹൃത്തുക്കളെ, ഒരു ധാരണയുമില്ല. എവിടെ പഠിക്കണം മകൻ അറിയില്ല. മൂപ്പർക്ക് ആകെയുള്ള ഡ്യൂട്ടി എന്താ? മൂപ്പർക്ക് ആകെയുള്ള ഡ്യൂട്ടി എന്താ അറിയോ? അവിടുത്തെ ഒരു സമ്പത്ത് കൈകാര്യം ചെയ്തൊരു ATM മെഷീന്റെ തുല്യമുള്ളൂ, അത്രയുള്ള റോള്. ഉപ്പാ പൈസ വേണം കൊടുക്കുക, എന്തിനാ ഏതിനാ ചോദ്യമില്ല, എന്തിനാ ഏതിനാ ചോദ്യമില്ല. ഇത് എവിടെ കൊണ്ടാ ചെലവഴിക്കുന്നത്, നിനക്കത് ആവശ്യമുണ്ടെന്ന് അതൊന്നും അറിയില്ല. ആരോ കൂട്ടുകെട്ട് അറിയില്ല. ഇവൾ ഇവിടുന്ന് രാവിലെ ഇറങ്ങി പോകുന്നു, അവൾ വരുന്നത് വരെ എവിടേക്കാ? നേരം വൈകി 2 മണിക്കൂർ എവിടെയായിരുന്നു? അത് എക്സ്ട്രാ ക്ലാസ് ഉണ്ടായിരുന്നു, കഴിഞ്ഞു. അത് ട്യൂഷൻ ക്ലാസ് ഉണ്ടായിരുന്നു, കഴിഞ്ഞു. അത് കമ്പനി സ്റ്റഡി ഉണ്ടായിരുന്നു, കഴിഞ്ഞു. അതിനപ്പുറത്തൊരു ചോദ്യമല്ല. എല്ലാവരെയും സംശയത്തിന് നിഴലിൽ കാണാനല്ല പറഞ്ഞത്. പക്ഷെ സുഹൃത്തുക്കളെ, അപകടം ഒളിഞ്ഞിരിക്കുന്നെന്നാണ് സത്യം. അപകടം ഒളിഞ്ഞിരിക്കുന്നെന്നാണ് സത്യം. അതുകൊണ്ട് ആ ചതിക്കുഴികളെ കുറിച്ചുള്ള പരിപൂർണമായ ബോധ്യം നമ്മുടെ നാവിലൂടെ നമ്മുടെ മക്കൾക്ക് കൊടുക്കാൻ കഴിയണമെന്നാണ്. അതിലുപരി അവർക്ക് വേണ്ടി ആത്മാർത്ഥമായി കൊണ്ട് പ്രാർത്ഥിക്കാൻ നമുക്ക് കഴിയണം. നല്ല മക്കളാകാൻ, അവരുടെ മുമ്പിലുള്ള ചതിക്കുഴിയിൽ അവർ പോയി പെടാതിരിക്കാൻ ഒരു ഉപ്പാന്റെയും ഉമ്മാന്റെയും പ്രാർത്ഥന ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. മക്കൾക്കെതിരെ പ്രാർത്ഥിക്കരുതെന്ന് പറഞ്ഞു, മക്കൾക്ക് അനുകൂലമായി കൊണ്ട് പ്രാർത്ഥിക്കണം. ആ പ്രാർത്ഥന ഉടനടി സ്വീകരിക്കപ്പെടുമെന്നാണ്. സുഹൃത്തുക്കളെ, എന്തിനാണ് ഈ പെടാപ്പാടുകളൊക്കെ? റഹ്മാനായ റബ്ബ് ഞാൻ ആമുഖമായി കൊണ്ട് ഓതി വെച്ച സൂറത്ത് തൂറിലെ 21 റഹ്മാനായ റബ്ബ് പറയാണ്, ഇങ്ങനെയൊക്കെ വിശ്വാസത്തിൽ ഊട്ടപ്പെട്ട ഒരു മാതാവും പിതാവും ആ റൂട്ടിലൂടെ അവരെ മക്കളെ വളർത്താൻ പെടാപ്പാട് പെടുന്നുണ്ടെങ്കിൽ അവരെ റഹ്മാനായ റബ്ബ് സ്വർഗത്തിലും ഒരുമിച്ച് കൂട്ടുമെന്നാണ്. സ്വർഗത്തിലും ഇതുപോലെ സന്തോഷത്തോടുകൂടെ ഒരുമിക്കാൻ കഴിയുമെന്നാണ്. വല്ലദീന ആമനു, വിശ്വസിച്ചവർ, വല്ലദീന ആമനു വത്തബഅതുഹും ദുർരിയതുഹും ബിഈമാൻ, അവരുടെ വിശ്വാസത്തിൽ അവരെ പിന്തുടർന്നവരുടെ മക്കൾ, അൽഹഖ്നാ ബിഹിം ദുർരിയതുഹും, അവരുടെ മക്കളെ റഹ്മാനായ റബ്ബ് അവരിലേക്ക് ചേർത്തി കൊടുക്കുമെന്നാണ്. ഇവിടെ ആ നിലക്ക് സ്വർഗം കണ്ടുകൊണ്ട് പണിയെടുത്തൊരു മാതാവും പിതാവും അതേപോലെ തന്നെ മക്കളും, ചില മക്കൾക്ക് ഹൈ പൊസിഷൻ കിട്ടിക്കഴിഞ്ഞാലും മാതാവോ പിതാവോ ചിലപ്പോൾ ലോ പൊസിഷനിലേക്ക് ഉണ്ടാകുക സ്വർഗത്തിൽ. പക്ഷെ റഹ്മാനായ റബ്ബ് പറയാണ്, ആ ഉന്നതിയിലെത്തിയ മക്കളിലേക്ക് ഈ പിതാവിനെയും മാതാവിനെയോ അല്ലെങ്കിൽ മാതാവും പിതാവും ഉഷാറായിട്ട് നല്ല ദർജയിലെത്തി തൊട്ട് താഴെയാണ് മക്കളെങ്കിൽ ആ മക്കളെ ഉന്നതമായ ദർജയിലേക്ക് അവരെവിടെയാണ് സ്വർഗത്തിലുള്ള അവരേക്ക് ചേർത്തി കൊടുക്കുമെന്നാണ് പറയുന്നത്. ഇതൊക്കെ സുഹൃത്തുക്കളെ പുലർന്ന് കാണണമെങ്കിലേ ഇത്തിരി പുനരായുസുണ്ടല്ലോ, വളരെ ചുരുങ്ങിയ ആയുസ് കുറച്ചൊരു ബോധപൂർവമായി കൊണ്ട് നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. ചില ക്രമീകരണങ്ങൾ വരുത്തിയാൽ മതി. ചില ത്യാഗസന്നദ്ധകൾ നമുക്ക് ഉണ്ടായിക്കോട്ടെ. റഹ്മാനായ റബ്ബ് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് ഇതിന് ബേജാറാകേണ്ട കാലമൊന്നല്ല, വലിയൊരു അനുഗ്രഹമാണെന്ന് മനസ്സിലാക്കി നമ്മൾ ചെയ്യേണ്ട, നമ്മൾ എടുക്കേണ്ട കുട്ടികൾ ആത്മാർത്ഥമായി കൊണ്ട് ചെയ്യാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. റഹ്മാനായ റബ്ബ് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വലിജമീഇൽ മുസ്ലിമീന വസ്തഗ്ഫിറു മിൻ കുല്ലി ദംബ് ഇന്നഹു വൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി വഹ്ദഹു വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദ. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കണമെന്ന് വീണ്ടും ഓർമ്മപ്പെടുത്തി. സുഹൃത്തുക്കളെ, വളരെ വേദനിപ്പിക്കുന്ന ചില വാർത്തകളാണ് ദിനം പ്രതി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിട്ടും വീട്ടിൽ ഒരു സഹോദരിയെ പ്രസവിപ്പിച്ചതിനെ തുടർന്ന് ദാരുണാന്ത്യം വരിച്ച ഒരു സഹോദരിയുടെ വാർത്തയാണ് പലപ്പോഴും നമ്മൾ കഴിഞ്ഞൊരു ആഴ്ചയിലെ 1-2 ദിവസങ്ങളിലായിക്കൊണ്ട് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഭർത്താവിന്റെ വലിയ ഒരു ഉത്തരവാദിത്തമാണ് ഭക്ഷണം പോലെ തന്നെ ചികിത്സ എന്ന് പറയുന്നത്. നമ്മളെ കൊണ്ട് കഴിവിന്റെ പരമായ നമ്മുടെ മക്കൾക്ക് നല്ല ചികിത്സ കൊടുക്കാൻ നമുക്ക് കഴിയണം. മക്കൾക്കാകട്ടെ ഭാര്യക്കാകട്ടെ വലിയൊരു ഉത്തരവാദിത്തമാണ്. പ്രത്യേകിച്ച് ഈ പ്രസവം എന്നൊക്കെ പറഞ്ഞ സുഹൃത്തുക്കളെ, ഈ മരണത്തിന്റെയും ജീവിതത്തിന്റെയും ഇടയിലുള്ള നൂൽപ്പാലമാണ്.
എത്ര വൈദഗ്ധ്യന്മാരായ ഡോക്ടർമാരും പറയാ ഒരു മരണത്തിന്റെ നൂൽപാലമാണ് യഥാർത്ഥത്തിൽ പ്രസവം എന്നുള്ളതാണ്. അവിടെ നിന്ന് വെച്ചിട്ട് ഇത്രയേറെ സൗകര്യങ്ങളൊക്കെ ഉള്ളൊരു കാലത്ത് അവിടെ നിന്ന് നമ്മൾ മറ്റൊരു പരീക്ഷണത്തിൽ നിൽക്കരുത്. പലപ്പോഴും പണ്ടത്തെ കാലത്തൊക്കെ ഈ പ്രസവത്തെ തുറന്നിട്ടുള്ള മരണങ്ങൾ എത്രയോ ഉണ്ടായിരുന്നു. ഇന്നത് ഗണ്യമായി കൊണ്ട് കുറഞ്ഞിട്ടുണ്ടെന്നാണ് പഠനം. ഗണ്യമായി കൊണ്ട് കുറഞ്ഞു. എന്തേ കാരണം? ആധുനിക ചികിത്സകൾ തന്നെ. സുഹൃത്തുക്കളെ, റഹ്മാനായ റബ്ബ് നമുക്ക് നൽകിയ വല്ലാത്തൊരു നിഅമത്തല്ലേ അത്? വലിയൊരു നിഅമത്തല്ലേ? ഇങ്ങനൊരു സൗകര്യം പടച്ച റബ്ബ് നമുക്ക് നൽകിയിട്ടും തീർച്ചും മലംഭാവം കാണിച്ചുകൊണ്ട് പല ചികിത്സയുടെ പേര് പറഞ്ഞ് അവിടെ കൊണ്ടുപോയി ആക്കി. എന്നൊരു ക്രിട്ടിക്കൽ ലെവലിലേക്ക് അത് പോകുമ്പോൾ പോലും ഒന്ന് മാറി ചിന്തിക്കാൻ ആ സഹോദരക്ക് മനസ്സ് വന്നില്ലെന്ന് പറഞ്ഞാൽ അത് ശരിയല്ല. അതിൽ നമുക്ക് മാതൃകയില്ല. അത് ആരൊക്കെ ഇനി മുമ്പിൽ നിന്നുകൊണ്ട് പറഞ്ഞാലും അതിൽ നമുക്ക് മാതൃകയില്ല നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് സുഹൃത്തുക്കളെ, റഹ്മാനായ റബ്ബ് നമ്മൾ ഏൽപ്പിച്ച നമ്മുടെ ഭാര്യയുടെയും മക്കളുടെയും ഉത്തരവാദിത്തം ഏറ്റവും നന്നായി കൊണ്ട് പൂർത്തീകരിക്കാൻ നമുക്ക് കഴിയണം എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്. റബ്ബ് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതേപോലെ തന്നെ സുഹൃത്തുക്കളെ, കഴിഞ്ഞ ദിവസങ്ങൾ നമ്മൾ കേട്ട, നമ്മളൊക്കെ ഹൃദയം തകർത്ത ഒരു വഖഫ് ഭേദഗതി ബില്ല് നമ്മൾ കേട്ടുകഴിഞ്ഞു അല്ലെ? മതന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള സംഘപരിവാരുടെ ബോധപൂർവമായ വേട്ടയിലെ അവസാനത്തെ ഒരു അമ്പായിരുന്നു അത് എന്നുള്ളത്. യഥാർത്ഥത്തിൽ ഈ വഖഫ് എന്ന് കേൾക്കുമ്പോൾ പലപ്പോഴും നമ്മുടെ മനസ്സിലേക്ക് വരിക ഒരു മുസ്ലിം എന്നൊരു പേരാണ്. വഖഫ് എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ ഒരു ആത്യന്തികമായ ഒരു വിഷയം തന്നെയാണ് അത്. എങ്കിലും ഇവിടെ ചുട്ടെടുക്കപ്പെട്ടുള്ള നിയമം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ മുസ്ലിങ്ങളെ മാത്രം ബാധിക്കുന്ന ഒരു വിഷയമേ അല്ല. മുസ്ലിമീങ്ങളെ ബാധിക്കും, അത് വേറെ വിഷയം. പക്ഷെ മുസ്ലിമീങ്ങളെ മാത്രം ബാധിക്കുന്ന വിഷയമല്ല. പ്രത്യേകിച്ച് മതന്യൂനപക്ഷങ്ങളായ ആരുടെയൊക്കെ കൈകൾ എന്തൊക്കെ സ്വത്തുണ്ടോ അതിലേക്കെല്ലാം കയറി വരാനുള്ള ബോധപൂർവമായൊരു വാതായനമാണ് യഥാർത്ഥത്തിൽ ഇവിടെ മലക്കെ തുറക്കപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് ഇത് കേവലം ഒരു മുസ്ലിം ന്യൂനപക്ഷത്തിന്റെ വിഷയമാണ് എന്ന ധാരണ ആർക്കും ഉണ്ടാകരുത്. ഇത് ഭരണഘടനയോടുള്ള പകൽ കൊള്ളയാണ് നമ്മൾ മനസ്സിലാക്കി. അതിനെതിരെ എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കുന്ന രൂപമാണ് നമുക്ക് ഉണ്ടാകേണ്ടത്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, അത്തരത്തിലുള്ള പ്രതിഷേധങ്ങളിലൊക്കെ ഒരു മുസ്ലിമിന്റെ സാന്നിധ്യം ഉണ്ടാവുക എന്നുള്ളതും മതപരമായ നമ്മുടെ ബാധ്യതയാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. പക്ഷേ ഒരിക്കലും വൈകാരികമായി കൊണ്ട് ഇടപെടുന്ന രൂപം നമുക്ക് ഉണ്ടാകാൻ പാടില്ല. വൈകാരികമായി കൊണ്ട് ഇടപെടാൻ പാടില്ല. തീർത്തും പക്വതയോടുകൂടെ നിയമങ്ങളുടെ അവസാനിച്ചിട്ടില്ല, ഇനിയും നമുക്ക് മുന്നോട്ട് പോകാനുണ്ട്. നമുക്ക് പ്രതീക്ഷയുണ്ട്. നമ്മുടെ പ്രാർത്ഥനകളിൽ ആ വിഷയം ഉണ്ടാകണം ഇൻഷാ അല്ലാഹ്. റഹ്മാനായ റബ്ബ് അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട രൂപത്തിൽ ഇവിടെ ജീവിക്കാൻ നിലവിൽ സാഹചര്യങ്ങളുണ്ട്. അത് ആരൊക്കെ എടുത്തു മാറ്റാൻ പരിശ്രമിക്കുന്നുണ്ടോ അവരുടെ കുലിശിതങ്ങളായ ശ്രമങ്ങളെ റഹ്മാനായ റബ്ബ് പൊളിച്ചു കൊടുക്കുമാറാകട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നതോടൊപ്പം നമ്മളാൽ കഴിയുന്ന രൂപത്തിലുള്ള ബോധപൂർവമായ സ്റ്റെപ്പുകൾ വളരെ കൃത്യമായി ബോധപൂർവ്വം വികാരത്തിന് അടിമപ്പെടാതെ ചെയ്തു തീർക്കുന്നിടത്തും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം എന്നുള്ളതാണ് രണ്ടാമതായി കൊണ്ട് സൂചിപ്പിക്കണം. മറ്റൊരു കാര്യം സുഹൃത്തുക്കളെ, പണ്ടത്തെക്കാളേറെ റഹ്മാനായ റബ്ബിന്റെ ദീന് പഠിക്കാനുള്ള അവസരങ്ങൾ അള്ളാഹു ദിനം പറഞ്ഞ് നമുക്ക് തുറന്നുകൊണ്ടേയിരിക്കുകയാണ്. ഒരുപാട് സംരംഭങ്ങൾ, ഒരുപാട്. പണ്ടൊക്കെ ഒരു ഇസ്ലാമിന്റെ ഒരു പ്രഭാഷണം നടക്കുകയാണെങ്കിൽ പല ആളുകൾ വിലക്കുമായിരുന്നു, അത് കേൾക്കാൻ പാടില്ല എന്നൊക്കെ പറയുമായിരുന്നു. പക്ഷെ ഇന്നതല്ല. അതിഥികളും അതിർത്തികളും എല്ലാവിധ അതിർവരമ്പുകൾ ലംഘിച്ചുകൊണ്ട് എവിടെയാണ് നമ്മളുള്ളത്, വീട്ടിന്റെ ഉള്ളിലാണ് നമ്മളുള്ളത്. അവിടേക്ക് റഹ്മാനായ റബ്ബിന്റെ ദീന് കേൾക്കാനും പഠിക്കാനും അറിയാനും പകർത്താനുമുള്ള അവസരങ്ങൾ റഹ്മാനായ റബ്ബ് നമുക്ക് ആധുനിക സംവിധാനങ്ങൾ വഴി നൽകിയിരിക്കുകയാണ്. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട വേറിട്ട് നിൽക്കുന്ന ഒരു സംരംഭമാണ് പീസ് റേഡിയോ എന്ന് പറയുന്ന സംവിധാനം. സുഹൃത്തുക്കളെ, ചെറിയൊരു ഡാറ്റയുണ്ടെങ്കിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന സംഗതിയാണ്. 24 മണിക്കൂറും അള്ളാഹുവിന്റെ ദീനാണ് ചർച്ച. അള്ളാന്റെ ദീന എന്ന് പറഞ്ഞ നമ്മൾ സ്വർഗത്തിലേക്ക് എത്താനുള്ളതാണ് ചർച്ച. മൻ സലക ത്വരീഖൻ യൽതമിസു ഫീഹി ഇൽമാ സഹ്ഹലല്ലാഹു ലഹു ബിഹി ത്വരീഖൽ ജന്ന. അല്ലാഹു റസൂൽ പറഞ്ഞില്ല, ആരെങ്കിലും അറിവ് അന്വേഷിച്ചുകൊണ്ട് ഒരു മാർഗത്തിലേക്ക് വന്നാൽ അവൻ സ്വർഗ്ഗ വഴിയിലാണ് എന്നാണ്. 24 മണിക്കൂറും സുഹൃത്തുക്കളെ നമ്മളെ സ്വർഗത്തിലേക്ക് എത്തിപ്പിക്കുന്ന വേറിട്ടൊരു സംരംഭം. നമ്മൾ എത്ര പേർ അതൊക്കെ യൂസ് ചെയ്യുന്നത് നമ്മൾ ആത്മാർത്ഥമായി കൊണ്ട് ആലോചിക്കണം. ഒരു വിശ്വാസി എന്തെല്ലാം കാര്യങ്ങൾ അവനക്ക് വേണോ അതെല്ലാം അതിലുണ്ട് സുഹൃത്തുക്കളെ, അതെല്ലാം അതിലുണ്ട്. വിശ്വാസപരമായി, കർമ്മപരമായി, ആചാരപരമായി അവൻ നിത്യജീവിതത്തിൽ
കൊണ്ടു നടക്കേണ്ട പ്രാർത്ഥനകൾ, അതിന്റെ വിശദീകരണങ്ങൾ, വിശുദ്ധ ഖുർആൻ കേൾക്കാനുള്ള അവസരങ്ങൾ, അത് ഹൃദ്യസ്ഥമാക്കാനുള്ള അവസരങ്ങൾ, വിശുദ്ധ ഖുർആനിന്റെ വ്യാഖ്യാനങ്ങൾ, നമ്മുടെ പിഞ്ചു മക്കൾക്കുള്ള മദ്രസകൾ തുടങ്ങി എമ്പോടും പ്രോഗ്രാമുകൾ അൽഹംദുലില്ലാഹ് അതിലുണ്ട്. ചെറിയ ഒരു നെറ്റ് സംവിധാനം നമുക്ക് കേൾക്കാൻ പറ്റും. പ്രത്യേകിച്ച് ഒരു അധ്വാനം, നമ്മുടെ ഒരു പണിക്കും അത് തടസ്സം നിൽക്കാത്ത രൂപത്തിൽ അത് ദീന് കേൾക്കുക. 24 മണിക്കൂറും അള്ളാന്റെ ദീന് കേൾക്കാൻ പറ്റും. എന്തൊരു റിസൾട്ടാണെന്ന് അറിയോ സുഹൃത്തുക്കളെ? എത്ര വലിയ റിസൾട്ടാണെന്ന് അറിയാം. ഒരുപാട് കുടുംബത്തിന്റെ ഉള്ളിൽ പുകഞ്ഞുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം ലഭിച്ചു. ഒരുപാട് ഭാര്യമാർക്ക് തങ്ങളുടെ ഭർത്താക്കന്മാരെ തിരിച്ചു കിട്ടി. ഒരുപാട് ഭർത്താക്കന്മാർക്ക് തങ്ങളുടെ ഭാര്യമാരെ നല്ല ലക്ഷണമൊത്ത ഭാര്യമാരായിക്കൊണ്ട് തിരിച്ചു കിട്ടി. അല്ലേ? നല്ല നല്ല മാതാപിതാക്കൾ ജന്മമെടുത്തു, നല്ല നല്ല മക്കൾ ജന്മമെടുത്തു. അൽഹംദുലില്ലാഹ്, റബ്ബ് സ്വീകരിക്കുമാറാകട്ടെ. വലിയൊരു ചൈത്രയാത്ര നടന്നുകൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. നമ്മൾ അതിലുണ്ടോ എന്ന് ആത്മാർത്ഥമായി കൊണ്ട് ചിന്തിക്കണം. റഹ്മാനായ റബ്ബ് നമുക്ക് നൽകിയ ഈ മൊബൈൽ സംവിധാനം, അല്ലേ? റബ്ബ് നാളെ ചോദിക്കൂലെ, നിനക്ക് നൽകപ്പെട്ട അനുഗ്രഹത്തെ കുറിച്ച് നീ ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യുമെന്ന് പറയുമ്പോ നമ്മൾ വിചാരിക്കുന്നതെല്ലാം നമ്മൾ നേടുന്ന ഈ സംവിധാനം ഉപയോഗിച്ച് നിന്റെ ദീനി പഠിച്ചോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തൃപ്തികരമായ ഒരു മറുപടി കൊടുക്കാൻ കഴിയോ സഹോദര? അതുകൊണ്ട് ആത്മാർത്ഥമായി കൊണ്ട് ചിന്തിക്കുക. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് അതൊന്ന് ഇൻസ്റ്റാൾ ചെയ്യാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അറിയാത്തവർക്ക് ഇൻഷാ അല്ലാഹ് ആ ഒരു സംരംഭത്തെ ഒരുപാട് ആളുകളിലേക്ക് എത്തിക്കുവാനുള്ള ഒരു പദ്ധതിയുമായി കൊണ്ടാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഇന്ന് അതിന്റെ ഇൻസ്റ്റാളേഷൻ നടക്കുന്ന ദിവസം. ആർക്കെങ്കിലും അറിയാത്തവരുണ്ടെങ്കിൽ ബന്ധപ്പെട്ട പ്രവർത്തകരുമായി കൊണ്ട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ ചെയ്തു തരും. അതേപോലെ തന്നെ സുഹൃത്തുക്കളെ, ഇത് മാലോകരെ അറിയിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കോൺഫറൻസ്, പീസ് റേഡിയോ ലിസണേഴ്സ് കോൺഫറൻസ് എന്ന പേരിൽ വരുന്ന 27-ാം തീയതി നമ്മൾ പാലക്കാട് വെച്ചൊരു പ്രോഗ്രാം നടത്തുകയാണ്. എന്തിനാ? ഈ നന്മ ഇനിയും അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് കൂടെ എത്തിക്കാൻ വേണ്ടിയിട്ടാണ്. അള്ളാന്റെ ദീൻ എത്തിച്ചു കൊടുക്കാനുള്ള ഒരു എളിയ ശ്രമമാണ് സുഹൃത്തുക്കളെ. അതിന്റെ ഒരു കളക്ഷൻ ഇൻഷാ അല്ലാഹ് നടക്കുന്നുണ്ട്. ഇന്നത്തെ നമ്മുടെ ഒരു സ്വതക്ക നമ്മൾ അതിനു വേണ്ടിയിട്ടാണ് കൊടുക്കുന്നത്. 24 മണിക്കൂറും അള്ളാന്റെ ദീനെ പരിചയപ്പെടുന്ന ഒരു സംവിധാനം ഉണ്ടായിട്ട് അത് 4 ആളുകൾ അറിയാതെ പോകരുത്. ഇൻഷാ അല്ലാഹ് എല്ലാവരും നമ്മൾ അറിയിക്കാൻ പോകുക. അതിൽ ഒരു വിഹിതം നമുക്ക് കൊടുക്കാൻ പറ്റുമോ? വലിയൊരു നന്മക്കുള്ള തുടക്കമായിരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാകട്ടെ. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മളൊക്കെ ദീനിന്റെ പരിസരത്ത് ഉണ്ടാകണം എന്നുള്ളതാണ് സൂചിപ്പിക്കുവാനുള്ളത്. റഹ്മാനായ റബ്ബിന്റെ ദീന് പഠിക്കാൻ കിട്ടിയ ഈ അമൂല്യമായ അവസരത്തെ ഏറ്റവും നന്നായി കൊണ്ട് ഉപയോഗപ്പെടുത്തി എല്ലാ നല്ല തിരിച്ചറിവുകളോട് കൂടെ ജീവിതത്തെ ക്രമപ്പെടുത്തി മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയണം. റഹ്മാനായ റബ്ബ് അത്തരം ഭാഗ്യവാന്മാരിൽ നമ്മെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവേ, അറിഞ്ഞും അറിയാതെയും വന്നുപോയുള്ള ചെറുതും വലുതുമായ മുഴുവൻ തെറ്റുകളും കുറ്റങ്ങളും വിട്ടുപുറത്ത് മാപ്പാക്കി തരണമേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങൾ ചെയ്തു വെച്ച എല്ലാ നന്മകളും ഒന്നടിയാതെ നീ സ്വീകരിക്കണമേ റബ്ബേ. ഞങ്ങൾ വന്നുപോയ വീഴ്ചകൾ റഹ്മാനായ റബ്ബേ നീ പുറത്തു മാപ്പാക്കി തരണമേ റബ്ബേ. ഞങ്ങളുടെ കൂട്ടത്തിൽ രോഗം കൊണ്ടും കടം കൊണ്ടുമൊക്കെ ഒരുപാട് കഷ്ടപ്പാടുകൾ, ദുരിതങ്ങൾ അനുഭവിക്കുന്ന എത്രയോ ആളുകളുണ്ട്, എത്രയോ പ്രയാസപ്പെടുന്ന ആളുകളുണ്ട്. റഹ്മാനായ റബ്ബയുടെ എല്ലാവിധ വിഷമങ്ങളും പ്രയാസങ്ങളും നീ മാറ്റിക്കൊടുക്കണമേ റഹ്മാനെ. ഞങ്ങൾ മരണപ്പെട്ടു പോയ ഞങ്ങളുടെ മാതാപിതാക്കൾ, കൂട്ടുകുടുംബക്കാർ, ആദർശ ബന്ധുക്കൾ എല്ലാവരുടെയും ഖബറുകൾ വിശാലമാക്കി കൊടുക്കണമേ റഹ്മാനെ. നാളെ അവരെയും ഞങ്ങളെ നിന്റെ ജന്നാത്തിൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഉ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹജാത്ത്. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين.